ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. 4ാമത് ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം. സമാധി സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മയ്ക്ക് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 81 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ഈ മാസം 23 വരെയുള്ള US സന്ദർശന വേളയിൽ ഡെലാവെയറിലെ വെൽമിംഗ്ടണിൽ നടക്കുന്ന 4ാമത് ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ, പ്രധാനമന്ത്രി അൽബാനീസ്, പ്രധാനമന്ത്രി കിഷിദ എന്നിവരുൾപ്പെട്ട ക്വാഡ് ഉച്ചകോടിക്കായി കാത്തിരിക്കുകയാണെന്ന് പുറപ്പെടുന്നതിന് തൊട്ടുമുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിന് സമാന ചിന്താഗതിയിലുള്ള രാജ്യങ്ങളുടെ ഗ്രൂപ്പായി ക്വാഡ് ഉയർന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US സമഗ്ര പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രസിഡന്റ് ബൈഡനുമായുള്ള കൂടിക്കാഴ്ച ഉപകരിക്കുമെന്ന പ്രതീക്ഷയും പ്രധാനമന്ത്രി പങ്കുവച്ചു. മറ്റന്നാൾ ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിക്കും. 23-ന് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടക്കുന്ന ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡൽഹിയിലെ രാജ്നിവാസിൽ നടക്കുന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സുഷമ സ്വരാജിനും ഷീല ദീക്ഷിത്തിനും ശേഷം ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ദാദ്ര നഗർ ഹവേലി ദമൻ ദിയു സന്ദർശനം തുടരുന്നു. ദമനിലെ ജാംപൂരിൽ സജ്ജമാക്കിയ പക്ഷി സങ്കേതം ഉപരാഷ്ട്രപതി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലെ സിൽവാസയിലുള്ള നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി വിദ്യാർത്ഥികളുമായി സംവദിക്കും. വിവിധ വികസന പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 6 കോടി മുതിർന്ന പൌരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കും വിധം ആയുഷ്മാൻ ഭാരത് പദ്ധതി വിപുലീകരിക്കാനുള്ള തീരുമാനം സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ പൌരന്മാരും ഇൻഷുറൻസ് പരിധിയിൽ വരും. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായി 3ാം തവണ അധികാരമേറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മധ്യവർഗക്കാർക്കായി ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്. സംരംഭകത്വം മെച്ചപ്പെടുത്തുന്നതിനായി മുദ്രാ വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തി. 7 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഇളവ് പ്രഖ്യാപിക്കുകയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായി ഉയർത്തുകയും ചെയ്തു. 23 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഏകീകൃത പെൻഷൻ പദ്ധതിക്കും സർക്കാർ അംഗീകാരം നൽകി. മധ്യവർഗക്കാർക്ക് വൈദ്യുതി ബില്ലിന്റെ ഭാരം കുറയ്ക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജിലി യോജന പ്രകാരം 3,50,000 വീടുകളിൽ സൗരോർജ്ജ സംവിധാനങ്ങൾ സ്ഥാപിച്ചു. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് പൂനെ, താനെ, ബംഗളൂരു എന്നിവിടങ്ങളിൽ 30,700 കോടി രൂപയുടെ മെട്രോ പദ്ധതികൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നഗരങ്ങളിൽ 1 കോടി വീടുകളുടെ നിർമ്മാണത്തിനും അംഗീകാരം നൽകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലാവോസിൽ നടന്ന 21ാമത് ആസിയാൻ ഇന്ത്യ സാമ്പത്തിക മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പങ്കെടുത്തു. വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ദൃഢമാക്കാനും പുതിയ വ്യവസായ അവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്ന ആസിയാൻ ഇന്ത്യ ചരക്ക് കരാറിന്റെ പുരോഗതി യോഗം വിലയിരുത്തി. സന്ദർശന വേളയിൽ നിരവധി ഉഭയകക്ഷി ചർച്ചകളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. അടുത്ത മാസം 5-ന് നടക്കുന്ന ഹരിയാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. BJP നേതാവ് ബിപ്ലബ് ദേവ്, മുഖ്യമന്ത്രി നായിബ് സിംഗ് സൈനി എന്നിവർ ഇന്നലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ, ആസാദ് സമാജ് പാർട്ടി നേതാവ് ചന്ദ്രശേഖർ ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്.
ജമ്മുകശ്മീരിൽ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-ന് നടക്കും. അടുത്ത മാസം 1-ന് നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ 40 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ അടുത്ത മാസം 8-ന്. ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. 38 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. നിലവിലെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, പ്രതിപക്ഷ നേതാവും SJB സ്ഥാനാർത്ഥിയുമായ സജിത് പ്രേമദാസ, NPP നേതാവ് അനുരാഗ് കുമാര ദിസനായകെ എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം. രാജ്യത്തുടനീളം 13,400 പോളിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം ഇന്ന് ആചരിക്കുന്നു. സമാധി സ്ഥലമായ ശിവഗിരിയിൽ നാമജപം, ഉപവാസം, മഹാസമാധി പ്രാർത്ഥന, സമ്മേളനം എന്നിവയോടെ സമാധി ദിനാചരണം നടക്കും. രാവിലെ 10-ന് മഹാസമാധി സമ്മേളനവും ഉപവാസ യജ്ഞവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. ശശി തരൂർ MP മുഖ്യപ്രഭാഷണം നടത്തും. ഇന്നലെ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മയ്ക്ക് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 79 വയസ്സായിരുന്നു. ഒരു റിപ്പോർട്ട്. മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കവിയൂർ പൊന്നമ്മ 400-ലധികം ചിത്രങ്ങൾ നീണ്ട അഭിനയ സപര്യയിൽ പകർന്നാടിയതിൽ ഭൂരിപക്ഷവും അമ്മ വേഷങ്ങൾ. മാതൃഭാവമുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ കവിയൂർ പൊന്നമ്മ നാടകത്തിലും ടെലിവിഷനിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നടിയായിരുന്നു. രാഷ്ട്രീയ, സാംസ്കാരിക, ചലച്ചിത്ര രംഗങ്ങളിലെ നിരവധി പ്രമുഖർ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മലയാള സിനിമയുടെയും നാടകലോകത്തിന്റെയും ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോടെ തിളക്കമുള്ള ഒരു അധ്യായത്തിനാണ് തിരശീല വീണതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. 14-ാം വയസ്സിൽ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടാണ് പൊന്നമ്മയുടെ കലാജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് KPSCയിൽ നിരവധി നാടകങ്ങളിൽ വേഷമിട്ടു. 1962-ൽ ശ്രീരാമ പട്ടാഭിഷേകം ആയിരുന്നു ആദ്യ ചിത്രം. 4 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് കവിയൂർ പൊന്നമ്മ അർഹയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 9 മണി മുതൽ 12 മണി വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 മണിക്ക് ആലുവ കരുമാരൂരിലുള്ള വീട്ടുവളപ്പിൽ സംസ്കരിക്കും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അന്തിമോപചാരം അർപ്പിച്ചു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ ഫോർട്ട് കൊച്ചി ബീച്ച്, വൈപ്പിൻ, കുഴുപ്പള്ളി ബീച്ച് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ കോസ്റ്റ് ഗാർഡ് DIG N രവി, വിവിധ സേവന സംഘാംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന പോലീസ് സേനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണും. ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചുവെങ്കിലും വിവാദങ്ങൾ ഒഴിഞ്ഞിരുന്നില്ല. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചും മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തുവന്ന 20 പേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. നിപ ബാധിച്ച് മരണപ്പെട്ട 24-കാരന്റെ സഹപാഠികൾക്ക് സർവകലാശാല പരീക്ഷ എഴുതാനുള്ള സൌകര്യം ഏർപ്പെടുത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാട് 19,000 കോടിയായി വർദ്ധിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം. 2017-18 സാമ്പത്തിക വർഷത്തിൽ ഇത് 2,000 കോടിയായിരുന്നു. UPI ഇടപാടുകളും 13,000 കോടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട്. 23-24 സാമ്പത്തിക വർഷത്തിൽ UPI ഇടപാട് മൂല്യം 200 ലക്ഷം കോടി രൂപയിലെത്തിയതായും മന്ത്രാലയം അറിയിച്ചു. UAE, ശ്രീലങ്ക, ഫ്രാൻസ് ഉൾപ്പെടെ 7 രാജ്യങ്ങളിൽ നിന്നുള്ള തത്സമയ UPI ഇടപാടുകളും ഇതിൽ ഉൾപ്പെടും. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 2ാം ദിനം കളി അവസാനിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് 308 റൺസിന്റെ ലീഡ്. 1-ാം ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ബംഗ്ലാദേശ് 149 റൺസിന് പുറത്താവുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. 4ാമത് ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം. സമാധി സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മയ്ക്ക് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി.
ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 81 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.